ഹായ് ഓൾ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് കിച്ചൺ ഇത്രയും മിസ്സായി കിടക്കുന്നത്. കിച്ചൺ ക്ലീനിങ്ങും ലഞ്ച് പ്രിപ്പറേഷനും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഉച്ചയ്ക്കും രാത്രിക്കുമുള്ള ഫുഡ് ഒരുമിച്ച് വെക്കലാണ് പതിവ്. അപ്പോൾ അതിനുവേണ്ടി ചോറ് വെക്കാൻ അരി ആദ്യം കഴുകിയിടലാണ്. ചോറ് തിളച്ച് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള പണികളെല്ലാം ചെയ്യാമല്ലോ. അതുകൊണ്ട് ആദ്യം തന്നെ ചോറാണ് ഞാൻ വെക്കാറ്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ചിലർക്കെങ്കിലും തോന്നിക്കാണും അത്രയാണോ വീഡിയോ എടുക്കാനുള്ളതെന്ന്. അത് ഞാൻ ക്ലിയർ ആക്കി തരാം. പേഴ്സണലി എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് വലിയ ഇഷ്ടമാണ്. ഞാൻ കൂടുതലും ഇതുപോലുള്ള ഹോം വ്ളോഗ്സൊക്കെയാണ് വാച്ച് ചെയ്യാറുള്ളതും. അതുകൊണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന കോണ്ടൻറ്റും ഹോം വ്ളോഗ്സൊക്കെയാണ്. എൻ്റെ വീഡിയോസിൽ ഇങ്ങനെയുള്ള വീഡിയോസായിരിക്കും അധികവും ഉണ്ടാവുക. ഞാനിത് പറയുന്നതിനിടയ്ക്ക് എൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചോറ് റൈസ് കുക്കറിലേക്ക് മാറ്റി, മീനൊക്കെ കഴുകി വൃത്തിയാക്കി മസാല പുരട്ടി വെച്ചു. ഇനി മീൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് എൻ്റെ സൗണ്ടിന്. അത് വേറൊന്നുമല്ല, നേരത്തെ ഞാൻ വോയിസ് കൊടുത്തിരുന്നത് മൈക്കിലായിരുന്നു. ഇപ്പോൾ ആ മൈക്ക് ഈ ഫോണിൽ സ്യൂട്ട് ആവണില്ല, അതുകൊണ്ടാണ്. മീൻകറി മൺചട്ടിയിലാണ് വയ്ക്കാറ്. പക്ഷെ ഇന്നിപ്പോൾ മൺചട്ടിയിൽ വേറെ കറി ഉള്ളതുകൊണ്ട് ചീനച്ചട്ടിയിൽ തന്നെ പെട്ടെന്ന് വയ്ക്കാമെന്ന് കരുതി. മോനെ ഉറക്കിയിട്ട് ഒരുപാട് പണികളുണ്ടായിരുന്നു ചെയ്യാൻ. ഞാനിപ്പോൾ കിച്ചണിലെ വർക്ക് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ ഒരുപാട് പണികളും വേറെ ഉണ്ടായിരുന്നു ചെയ്യാൻ. ഒരു ഹോം മാനേജ് ചെയ്തു പോകുക എന്നുള്ളത് വളരെ വലിയൊരു ടാസ്ക് തന്നെയാണ്. എന്നാലും ഞാനത് ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളായതുകൊണ്ടാണ് അതൊക്കെ ഷൂട്ട് ചെയ്ത് വീഡിയോ ആയി എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ചാനൽ തുടങ്ങിയത്. അടുക്കലും പെറുക്കലും ഒതുക്കി വയ്ക്കലും ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം മതിവരാത്തൊരു കാര്യമാണ്. എത്ര ചെയ്താലും മതിയാവില്ല. എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ നീറ്റായും ക്ലീനായും ഒക്കെ സെറ്റാക്കി വെച്ച് അത് കാണുമ്പോൾ ഉള്ള സാറ്റിസ്ഫൈങ് അത് വലിയ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നെപ്പോലെ ഉള്ളവർക്ക് അത് കണക്റ്റ് ചെയ്യാൻ കഴിയും. ഭയങ്കര തൃപ്തിയായിരിക്കും അത് കണ്ടു കഴിയുമ്പോൾ. ലാസ്റ്റുള്ള ഫൈനൽ ലുക്കൊക്കെ കാണുമ്പോൾ ഉള്ള ആ ഒരു സാറ്റിസ്ഫൈങ് വലിയ സന്തോഷമുള്ളതാണ്. അങ്ങനെ മീൻ കറിയൊക്കെ സെറ്റാക്കി വെച്ച് ഇനി ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കലാണ്. കഴുകാനുള്ള പാത്രങ്ങൾ പെട്ടെന്ന് തന്നെ കഴുകിയെടുത്തു കഴിഞ്ഞാൽ പകുതി ഭാരം കുറഞ്ഞ പോലെ ആയിരിക്കും. കിച്ചൺ നീറ്റായിരിക്കുമ്പോഴായിരിക്കും അവിടെ നിൽക്കാനുള്ള ഇൻട്രസ്റ്റും കൂടുതലാവുന്നത്. അപ്പോൾ വേഗം തന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാൻ നോക്കും. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ മസ്റ്റായും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ അത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് കേട്ടോ. ചിലരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്. പുതിയ ചാനലായതുകൊണ്ട് കമൻറ്റ്സൊക്കെ വളരെ കുറവാണ്. എന്നാലും ചിലരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാവരും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോസ് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പും ഗ്യാസ് ടോപ്പും ഒക്കെ പെട്ടെന്ന് തുടച്ചെടുക്കും. കിച്ചണിൽ എന്ത് ചെയ്യുമ്പോഴും ക്ലീനിങ്ങും കൂടി ഒപ്പം ചെയ്താൽ പിന്നെ അതിനു വേണ്ടി ഒരു സമയം കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ ചെയ്യാറുണ്ട് ക്ലീനിങ്. ഈ പണികളൊക്കെ ഞാൻ മോനെ ഉറക്കിയ ശേഷമാണ് ചെയ്യാറ്. എല്ലാ ദിവസവും അങ്ങനെ തന്നെ ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം മോൻ കൂടെ ഉണ്ടാവും. ഞാൻ എണീക്കുമ്പോൾ തന്നെ അവനെ ഒപ്പം എണീക്കാറുണ്ട്. ഇപ്പോൾ ഗ്യാസ് സ്റ്റോപ്പൊക്കെ തുടയ്ക്കുന്നുണ്ട്. എന്നാലും മീൻ ഫ്രൈ ചെയ്യാനുണ്ട്. വീണ്ടും തുടയ്ക്കേണ്ടി വരും. എണ്ണയൊക്കെ തെറിക്കുന്നതുകൊണ്ട് വീണ്ടും തുടയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ എൻ്റെ കിച്ചൺ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കിച്ചൺ. ഇപ്പോൾ ഇനി മോൾക്ക് പൊട്ടറ്റോ ഫ്രൈ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടറ്റോ ഫ്രൈയും ആക്കി. അതോടൊപ്പം തന്നെ മീനും ഫ്രൈ ആക്കി എടുത്തു. പിന്നെ അങ്ങനെ വിശപ്പിൻ്റെ വിളി കൂടുതലായപ്പോൾ ഇക്കാക്കും മോൾക്കും ഉള്ള ഫുഡ് കഴിക്കാൻ കൊടുത്ത് ഞാനും അങ്ങനെ കഴിക്കാനിരുന്നു. ഞാൻ കഴിച്ചതിന് ശേഷമാണ് മോനെ ഓർത്തത്. അങ്ങനെ മീൻ ഫ്രൈയും മീൻ കറിയൊക്കെ കൂട്ടി പെട്ടെന്ന് തന്നെ ചോറ് കഴിച്ച് മോനും ചോറ് കൊടുത്തു. ഇനി വൈകുന്നേരത്തേക്ക് ചായയ്ക്ക് വേണ്ടി മഞ്ഞക്കൽത്തപ്പം വേണമെന്ന് മോള് പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയിരുന്നതാണ്. കുറേ ആയി അത് കഴിച്ചിട്ട്. അപ്പത്തിന് വേണ്ടി പച്ചരി കുതിർത്ത് വെച്ചിരുന്നു. ഇനി അത് അരച്ചെടുക്കാം. പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ ഉണ്ടാക്കി തരാറുള്ളൊരപ്പമായിരുന്നു. നല്ല മണമായിരുന്നു അതിൽ. ഈ ഒരപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി പച്ചരി, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, ചെറിയുള്ളിയാണ് വേണ്ടത്. ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്.
ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ജീരകം ഇടാൻ മറന്നത് കൊണ്ട് ഞാൻ ലാസ്റ്റാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അരച്ചെടുത്ത മാവ് ഏതാണ്ട് ഈ ഒരു പരുവത്തിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇനി ഒരു നുള്ളുപ്പും സോഡാപ്പൊടിയും ചേർത്ത് നന്നായി മിക്സാക്കി മാറ്റി വെച്ചു. അതിനോടൊപ്പം തന്നെ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയുള്ള ദോശയ്ക്കുള്ള മാവ് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. പച്ചരിയും ഉഴുന്നും ഉലുവയും ഒരുമിച്ച് കുതിർത്ത് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി അരച്ചെടുക്കലാണ്. ഞാൻ സംസാരിക്കാൻ ഇത്തിരി പിന്നോട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റാത്തൊരു കാര്യം ഞാൻ ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ശീലമാവുമ്പോൾ ശരിയാവുമെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് എന്തായാലും വേണം. ദോശമാവ് അരച്ചെടുക്കുമ്പോൾ ഉപ്പിട്ട ശേഷം കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് നല്ല രീതിയിൽ പുളിച്ച് പൊന്തി വരും കേട്ടോ. അതെൻ്റെ ഉമ്മ ചെയ്യാറുള്ള ഒരു ടിപ്പാണ്. അത് ഞാൻ കണ്ട് പഠിച്ചതാണ്. അങ്ങനെ കലത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം തേങ്ങാക്കൊത്തും ചെറിയുള്ളി ഇട്ട് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് മാവ് കോരി ഒഴിച്ച് മൂടി വെച്ച് വേവിക്കുക. തിരിച്ചും മറിച്ച് ഇട്ട് വേവിക്കണം. അങ്ങനെ നല്ല മണമുള്ള നല്ലൊരു അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ചുട്ടെടുക്കലാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. മറന്നു പോവാതിരിക്കാൻ വേണ്ടിയാണ് വീണ്ടും ഒന്നും കൂടെ പറഞ്ഞത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അപ്പത്തിൻ്റെ മണം അടിച്ചത് മോളെത്തിയിട്ടുണ്ട്. ഇതാണ് മോള്. സന ഫാത്തിമ എന്ന പേര്. മോൻ്റെ പേര് മുഹമ്മദ് ഹാദി എന്നാണ്. മോളുടെയും മോൻ്റെയും പേരാണ് ചാനലിന് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അപ്പമൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പം കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. നേരത്തേക്ക് ഉമ്മ ഉണ്ടാക്കി തരുന്ന അതേ ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചുകൂടെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അതും കൂടെ കഴുകിയെടുത്തതിന് ശേഷം കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ഇനി കിച്ചണിൽ പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല. പാത്രങ്ങളൊക്കെ തേച്ചെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കുന്നുണ്ട്. വീഡിയോ ഒരുപാട് ലോങ് ആക്കി ലാഗ് അടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഇത്രയും സ്പീഡിൽ കാണിക്കുന്നത്. പാത്രങ്ങളൊക്കെ കഴുകുന്നതിനോടൊപ്പം തന്നെ സിങ്കും ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചെടുത്തു. അപ്പോഴേക്കും മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നിസ്കരിക്കാൻ പോയി. അതിനുശേഷം ഓതാനും ഒക്കെ ഉണ്ടായിരുന്നു. തുണികൾ കുറച്ചുണ്ടായിരുന്നു. അത് മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. തുണികൾ എപ്പോഴും കാണുന്നത് പോലെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മടക്കി വയ്ക്കാനുള്ളൊരു ടെൻഡൻസി കൂടും കേട്ടോ. അത് പ്രത്യേകിച്ച് ഹാളിലൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് മടക്കി വെക്കണം എന്നുള്ളൊരു ചിന്തയുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.